Hi, so welcome back. ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് എ ഡേ ഔട്ട് ഇൻ ലണ്ടൻ. ഞാൻ യൂട്യൂബിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ലണ്ടനിലെ ഓരോ ഐക്കോണിക് പ്ലേസസും വിസിറ്റ് ചെയ്തിട്ട് അതിനെ പറ്റി വ്ളോഗ് ചെയ്യണമെന്ന്. ബേസിക്കലി ഞാനിപ്പോൾ നാട്ടിലെ അമ്മയൊക്കെ വിളിക്കുന്ന സമയത്ത് അമ്മ പറയും അവിടുത്തെ ഫോട്ടോ കാണിക്കും ഇവിടുത്തെ ഫോട്ടോ കാണിക്കുന്നു. സോ ലൈക്ക് always I have been thinking about it, like ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അറൗണ്ട് ലണ്ടൻ കാണിക്കണം. സോ ടുഡേ വി ഹാവ് ചൂസൺ ടു വിസിറ്റ് ദി ലണ്ടൻ സീ ലൈഫ് എക്വേറിയം. സോ അത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കൂടുതലും. സോ നമ്മൾ സീ ലൈഫ് നിൽക്കുന്നത് തന്നെ ഒരു ഹാർട്ട് ഓഫ് ദി സിറ്റിയിലാണ് നിൽക്കുന്നത്. ഈ ബിഗ് ബാനിൻ്റെയും ലണ്ടൻ ഐയുടെയും സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സീ ലൈഫ് എക്വേറിയം ഉള്ളത്. 1997 ലണ്ടൻ അക്വേറിയം എന്നായിരുന്നു സീ ലൈഫ് ആദ്യം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അത് സീ ലൈഫ് ആയത് ആഫ്റ്റർ മാലിൻ എൻ്റർടൈൻമെൻറ്റ്സ് ഇത് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം. ഞങ്ങളിവിടെ ചെന്ന സമയത്ത് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ഞങ്ങൾ യൂഷ്വലി നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം, ബട്ട് ഞങ്ങൾ ചെന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടാഗും കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് നമ്മൾ വോക്ക് ചെയ്തൊരു ടണൽ പോലെ ഒരു പാത്ത് വേ ഉണ്ട്. ലൈക്ക് ഫുൾ ഓഫ് സീ ലൈഫ് ആണ് കാണാൻ പറ്റുക. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വെരി ലൈക്ക് അഡ്വെഞ്ചറസ് ആൻഡ് എന്താ പറയുക എക്സൈറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് വാട്ടർ ഓർഗാനിസം നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് കൈൻഡ് ഓഫ് നമുക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ബിക്കോസ് നമ്മൾ ഭൂമിയുടെ അടിയിൽ, അതായത് വെള്ളത്തിലുള്ള പല സ്പീഷീസിനെ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് പറയുക. ഈവൻ എന്താ നാസയ്ക്ക് പറയും, നാസ എന്നൊക്കെ സ്പേസിൽ എക്സ്പ്ലോർ ചെയ്തേക്കുന്നത് കൈൻഡ് ഓഫ് നമുക്ക് സീയിൽ പറ്റാത്തത് കൊണ്ടാണ് എന്ന് പറയും. ഒരുപാട് ഡിബേറ്റ്സുകൾ സംഭവിക്കുന്നുണ്ട്. സോ ലൈക്ക് ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ് like to see different species under the water being displayed. Telling more about London Sea Life. London Sea Life 2008 മാലിൻ എൻ്റർടൈൻമെൻറ്റ്സ് ടേക്ക് ഓവർ ചെയ്തത്. അവരതിന് ശേഷം ഒരു £5 million റീഫർബിഷ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2009 അത് റീഓപ്പൺ ചെയ്തപ്പോൾ അവർ മറ്റേ എന്താ നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന അണ്ടർ വാട്ടർ വോക്കും ടണലും പിന്നെ ഷാർക്ക് വോക്കും, ഈ ഷാർക്കിന് തന്നെ ഒരു പ്രത്യേക തരം ഒരു സെഷൻ തന്നെ ഉണ്ട്. ഷാർക്സിന് വെരി അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു വലിയൊരു എന്താ പറയുക, അവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കേവ് പോലെയായിരുന്നു. ബട്ട് റൈറ്റ് നൗ ഇവരുടെ കണക്ക് അനുസരിച്ച് ഒരു ഡേ 1 million വിസിറ്റേഴ്സ് അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു സ്റ്റഡി കണ്ടേക്കുന്നത്. സോ വിച്ച് ഇസ് റിയലി വർത്ത് ഇറ്റ്. ആൻഡ് മോർ ദാൻ അഡൾട്ട്സ്, ചിൽഡ്രന് ഇത് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ദേ ഹാവ് സോ മെനി ഇൻട്രാക്റ്റീവ് സോൺസ്, ഗെയിംസ്. പിന്നെ ഈവൻ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കളറിങ് ബുക്ക് പോലത്തെ ഒരു പേപ്പേഴ്സൊക്കെ തരും. ഈവൻ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഫേസ് പെയിൻറ്റിങ്, അങ്ങനെ ഒരുപാട് ഗെയിം സെഷൻസൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ലൈക്ക് 3 ഫ്ലോറിലായിട്ട് 14 തീംഡ് ഇൻട്രാക്റ്റീവ് സെഷൻസാണ് ഇവർക്കുള്ളത്. ഇവരുടെ വാട്ടർ ഒരു കപ്പാസിറ്റി പറയുകയാണെങ്കിൽ ഒരു 2 million liters വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ഇവർക്ക്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള അറൗണ്ട് 500 സ്പീഷീസ് ഓഫ് മറൈൻ ലൈഫാണ് ഇവരിനകത്ത് ഷോക്കേസ് ചെയ്യുന്നത്. വിച്ച് ഫാക്ട്സ് ആർ റിയലി ഇൻട്രസ്റ്റിംഗ് ടു നോ. ആൻഡ് ഓൾസോ ഇത് എന്താ പറയുക, നമ്മൾ മറൈൻ ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഒരുപാട് കണ്ടൻസ് ഉണ്ട്. ഈ വീഡിയോ കാണുന്ന ഈ ക്ലിപ്പ് ഒരു വലിയ അക്വേറിയം ആട്ടോ. ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഓഫ് ഫിഷ് ആൻഡ് ടേർട്ടിലൊക്കെ ഉണ്ടായിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിനകത്തൊരു വലിയൊരു ടേർട്ടിൽ നീന്തി പോകുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതാണ് ഞങ്ങളുടെ അടുത്തോട്ടൊന്ന് വരാൻ. ആൻഡ് ദിസ് വൺ ഇസ് എന്താ നമ്മുടെ ഷാർക്സിനെയൊക്കെ ഇട്ടിരിക്കുന്ന
അവരേറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു ഷാർക്കിൻ്റെ സെഷനാണ്. ലൈക്ക് വെരി ബിഗ് ഷാർക്സ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ആൻഡ് അതിന് കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് പില്ലേഴ്സ് പോലെ ഒരു സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൈൻഡ് ഓഫ് ഒരു ഏൻഷ്യൻ വൈബൊക്കെ കിട്ടുന്നുണ്ട്, ഒരു അണ്ടർ വാട്ടർ ഒരു ഫീല് പോലെ. ഈവൻ ഷാർക്സ് നമ്മുടെ അടുത്തോട്ടൊക്കെ വന്നിട്ടുണ്ടായി. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബേസിക്കലി നമ്മൾ ഷാർക്കൊക്കെ എപ്പോഴും സിനിമയിലും അല്ലാണ്ടുമൊക്കെ കണ്ട് ഭയങ്കര പേടിച്ചിട്ടിരിക്കുന്ന ഒരു സ്പീഷീസ് ആയിരുന്നല്ലോ. അപ്പോൾ അതത്ര ഒരു മൈൽഡായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ അതുങ്ങളെയൊക്കെ കാണാനൊരു ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. ഈ ഒരു സെഷനാണ് ലണ്ടൻ സീ ലൈഫ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കുന്നത് അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സിനും ഡിസ്പ്ലേയിലും എല്ലാം. ഇത് ഷാർക്ക് വാക്ക് എന്നാണ് ഈ സെഷൻ്റെ അവർ നെയിം ചെയ്തേക്കുന്നത്. ബേസിക്കലി ഇതൊരു ഗ്ലാസ് പ്ലാറ്റ്ഫോമാണ്. പല സൈഡിൽ നിന്ന് പല ആംഗിൾ വ്യൂസും നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ അത് ഹൈറ്റുള്ള ഒരു സെഷനായിട്ട് തോന്നും. അങ്ങനെ പല ആംഗിളിൽ നിന്നുള്ള വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരു ഡ്രമാറ്റിക് ഫീലായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, വിച്ച് മെയ്ഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. ദിസ് വൺ ഈസ് മൈ ഫേവറേറ്റ്. ഓസിലാറിസ് ക്ലൗൺ ഫിഷ് എന്നാണ് ഇതിനെ പറയുക, ബട്ട് നമ്മളതിനെ നീമോ ഫിഷ് എന്നാണ് പറയുക. ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ഫൈൻഡിങ് ന്യൂമോ മൂവി. ഞാനാണെങ്കിൽ ഭയങ്കര വലിയ ഡിസ്നി ഫാനാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ബിക്കോസ് നീമോ, ഡോറി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടേഴ്സാണ്. ആൻഡ് ഫൈൻഡിങ് ന്യൂമോ ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു, ഭയങ്കര ഇമോഷണൽ മൂവിയായിരുന്നു. സോ ലൈക്ക് നീമോനെ അവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ശരിക്കും ഒരെണ്ണത്തിന് വീട്ടിൽ കൊണ്ടുവരണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഞങ്ങൾ ആക്ച്വലി അവിടെ ചെന്നപ്പോൾ വിചാരിച്ചത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ അക്വേറിയത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫിഷ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ അങ്ങനെയൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കണ്ടുപോരാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആഫ്റ്റർ ദാറ്റ് മറ്റേ സീ ഹോഴ്സസിൻ്റെ സെഷനായിരുന്നു. പക്ഷെ അതെനിക്ക് ഫുള്ളി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഒരുപാട് തിരക്കും കാര്യങ്ങളും കാരണം മര്യാദക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈവൻ വേറെയും കുറേ ഞാൻ മിസ് ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. നൗ ദിസ് വൺ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫുട്ടേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പക്ഷെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രീൻ സ്നേക്കിനെ നമുക്ക് കാണാം. ആൻഡ് ഞങ്ങൾ ചെന്നൊരു ഭയങ്കര നൈസ് ടൈമായിരുന്നു. ബിക്കോസ് ദേ വേ ഫീഡിങ് ഇറ്റ്. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് റാറ്റിനെ അവിടെ ദൂരേന്ന് ഒരു സ്റ്റാഫ് ഇങ്ങനെ ഒരു സ്റ്റിക്കിലിങ്ങനെ നേരിട്ട് കാണിച്ചതിന് കഴിക്കാൻ വേണ്ടി കൊടുക്കണ്ടായി. അപ്പോൾ അത് ചാടി കടിക്കുന്നതും അത് കടിച്ചു പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബട്ട് ആദ്യം കുറച്ച് മൂവ്മെൻറ്റ്സ് കാണിച്ചെങ്കിൽ ആൾ കുറച്ച് കാം ഡൗൺ ആയിട്ടാണ് പിന്നീട് അത് കൺസ്യൂം ചെയ്തത്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ അവർ ചെറിയൊരു ഗ്ലാസ്സിൽ പൈപ്പിൻ്റെ ഫ്രെയിമിൽ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ആൻറ്റിന് പോകാൻ പറ്റുന്ന ട്രാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു വൈൽഡ് കൈൻഡ് ഓഫ് ആൻറ്റ് വെറൈറ്റിയാണ് കാണിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഒരു സെഷനും കൂടെ ഈ ട്രോപ്പിക്കൽ ഏരിയയിൽ അവർ കവർ ചെയ്തിട്ടുണ്ടായി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് റേ ഫിഷിൻ്റെ മാത്രം ഒരു സെഷനായിരുന്നു. ബട്ട് ലൈക്ക് ടു ബി ഹോണസ്റ്റ് നമ്മൾ റേ ഫിഷിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഞങ്ങളിപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ബിക്കോസ് അധികം എങ്ങും കാണാൻ പറ്റാത്തൊരു ഫിഷാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫിലിംസിലൊക്കെ കണ്ടേക്കുന്ന ഒരു ഫിഷായിരുന്നു പിറാണ. ലൈക്ക് എന്താണ് ഇവരിങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം ഉണ്ടാകുന്നില്ല. ബട്ട് ലൈക്ക് ഐ വാസ് റിയലി എക്സൈറ്റഡ് ടു സീ ദം. ബിക്കോസ് ഒരു ഫ്ലഷ് ഈറ്റിങ്, അതായത് നമ്മുടെ ഹ്യൂമൻസിനെ നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു മീനാണിത്. നമ്മളെല്ലാവരും പേടിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന ഒരു മീനിങ്ങനെ ഒരു മൂമെൻറ്റും ഇല്ലാണ്ട് ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്ന ഒരു കണ്ടിട്ട് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും പിള്ളേർക്കുള്ളതായിരുന്നു. ബട്ട് ലൈക്ക് അഡൾട്ട്സിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ സെഷൻസ് ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ VR സെഷൻസ്.
ഈ VR എക്സ്പീരിയൻസിനകത്ത് അവർ ബേസിക്കലി ഒരു ഡോക്യുമെൻ്ററിയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായത്. ഒരു ലേഡി അണ്ടർ ദി സീ പോകുന്നതും ആ സീയിലോട്ട് അവർ ഡൈവ് ചെയ്തിട്ട് അണ്ടർ വാട്ടർ കാണുന്നതും വെയിൽസും ഡോൾഫിൻസും ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. ലൈക്ക് വിത്ത് ദാറ്റ് ഓൾമോസ്റ്റ് ദി എൻഡ് ഓഫ് സീ ലൈഫ് എത്തിയിട്ടുണ്ടായി. ആ എൻഡിന് മുന്നേ ആണ് നമ്മുടെ പെൻഗ്വിൻസിൻ്റെ സെഷൻ വെച്ചിട്ടുണ്ടായി. ഈ പെൻഗ്വിനെ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സ്റ്റാച്ചു ആണെന്നാണ്. ഇതിന് ഒരു മൂവ്മെൻറ്റ് ഇല്ലാണ്ട് അനങ്ങാണ്ട് നിൽക്കണുണ്ടായി. പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് കണ്ടപ്പോഴാണ് ഇറ്റ് വാസ് ഇൻ എ സ്റ്റാച്ചു, ഒരു റിയൽ പെൻഗ്വിൻ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ആൻഡ് ടു ബി ഹോണസ്റ്റ് ലൈക്ക് ഐ ഫെൽറ്റ് റിയലി ഡിപ്രസീവ് ബിക്കോസ് മാത്രമല്ല എനിക്ക് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല, ഹാപ്പി ഫീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട്. ഹാപ്പി ഫീറ്റിനകത്ത് പെൻഗ്വിൻസിൻ്റെ ഒരു സ്റ്റോറിയും നമ്മുടെ ഹ്യൂമൻ എങ്ങനെയാണ് പെൻഗ്വിനെ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർക്കുണ്ടാവുന്ന ചേഞ്ചസും ഡിപ്രഷനും എല്ലാം കാണിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇവരെ കണ്ടിട്ട് ഹാപ്പി ഫീറ്റും ഇവർ ഹാപ്പി അല്ല എന്നുള്ളൊരു ഫീലിംഗാണ് ഭയങ്കരമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ത്രൂ ഔട്ട് എൻ്റെ ഹസ്ബൻഡിനോട് അതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇവർ ഭയങ്കര ഡിപ്രസ്ഡ് അവിടെ നിന്ന് തിരിച്ചു വിടണം. ദെൻ ദ ജെല്ലി ഫിഷസ് തന്നെ ഈക്വലനും കുമ്പളങ്ങി നൈറ്റ്സൊക്കെയാണ് ഓർമ്മ പറ്റിയത്. ബിക്കോസ് ആ ഒരു നമ്മുടെ കവര് വന്ന് കിടക്കത്തില്ലേ, അതുപോലെ അവിടുത്തെ ലൈറ്റ്സ് മാറുന്നതിനനുസരിച്ച് ആ ലൈറ്റ്സിൻ്റെ ഷെയ്ഡ് ഇതിനകത്തോട്ട് അടിച്ചിട്ട് ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ജെല്ലി ഫിഷസിനെ കാണാൻ. ജെല്ലി ഫിഷസ് ത്രൂ ഔട്ട് പല വെറൈറ്റി ജെല്ലി ഫിഷസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് ആയപ്പോൾ ഫുള്ളി ജെല്ലി ഫിഷസ്, പല രീതിയിലുള്ള ജെല്ലി ഫിഷസിനെ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായി. ബട്ട് സ്റ്റിൽ എൻ്റെ മനസ്സിൽ ആ പെൻഗ്വിൻ ഡിപ്രസ്ഡ് ആണ് എന്നുള്ളൊരു വിഷമം അങ്ങനെ നിൽക്കുന്നുണ്ടായി. ബട്ട് ലേറ്റർ ഓൺ ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ റിസർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഈ പെൻഗ്വിൻ്റെ കേസസ് ഞാൻ മാത്രമല്ല ആനിമൽ വെൽഫെയറും ഈ ഒരു കൺസേൺ, അതായത് പെൻഗ്വിൻ്റെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ളൊരു കൺസേൺ അവരും ഒരു ക്രിറ്റിസിസം പോലെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം, വിച്ച് വാസ് റിയലി ലൈക്ക് ഗുഡ് ടു നോ. ബട്ട് കമ്മിങ് ഓൺ ടു ദി എഡ്യൂക്കേഷൻ പാർട്ട്, ഇവർ ഒരുപാട് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. സ്കൂൾസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും സ്റ്റുഡൻസിന് ഇൻവൈറ്റ് ചെയ്തിട്ടാണെങ്കിലും, പിന്നെ ബ്രീഡിങ് പ്രോഗ്രാംസ്, പിന്നെ അങ്ങനെ പല ഫീഡിങ് പ്രോഗ്രാംസ് എല്ലാമായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്, വിച്ച് റിയലി അട്രാക്ട്സ് കിഡ്സ് ആൻഡ് സ്റ്റുഡൻസ് ടു ദിസ് പ്രോഗ്രാം. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയായിട്ടുള്ള ലണ്ടൻ സീ ലൈഫിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളെല്ലാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജെല്ലി ഫിഷും പിന്നെ സീ ടേർട്ടിലും ഒക്കെയായിരുന്നു. പിന്നെ കുറേയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ടുവേർഡ്സ് ദി എൻഡ് അവർക്ക് സ്റ്റോർ ഉണ്ടായിരുന്നു നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഞാനാണെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഹാവ് എ ഹാബിറ്റ് ഓഫ് കളക്ടിങ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. സോ അതിൻ്റെ പുറകെ പോയതുകൊണ്ട് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഓൾസോ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ അതിന് ഏത് ഫോട്ടോ സെലക്ട് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ കുറേ ടൈം അവിടെ വേസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഐ ലോസ്റ്റ് കൺട്രോൾ ഓഫ് ഇറ്റ്. ആൻഡ് വിത്ത് ദാറ്റ് ഐ എം വൈൻഡിങ് ഔട്ട് ദിസ് സെഷൻ. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ പുറത്തിറങ്ങി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഒരു പോയിൻ്റ് ഉണ്ട്, ഫുഡ് ഹബ്ബ് പോലത്തെ ഒരു പോയിൻ്റ് ഉണ്ട്, ലൈക്ക് പാർട്ടീസ് ഡ്രിങ്ക്സ് എല്ലാമായിട്ട്. അപ്പം ഞങ്ങൾ വി വെന്റ് ദെയർ ആൻഡ് വി ഹാഡ് എ ഡ്രിങ്ക്. ഓൾസോ വി ഏറ്റ് സം ടാക്കോസ്, അത്രയും അതും കഴിച്ചു. ആൻഡ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നെക്സ്റ്റ് ഞങ്ങൾ എവിടെ പോയി വീഡിയോ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.